ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. കളങ്കാവൽ ബോക്സ് ഓഫീസ് അഴിഞ്ഞാട്ടം. അക്ഷരാർത്ഥത്തിൽ ശനി ഞായർ ദിനങ്ങളിൽ നമ്മൾ കണ്ടത് അതുതന്നെയാണ്. 2 ദിവസങ്ങൾ കൊണ്ട് സിനിമ ഗംഭീര കളക്ഷൻ തന്നെയാണ് നേടിയത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സിനിമ നേടിയിരിക്കുന്നത് ഏകദേശം 80 ലക്ഷം രൂപ തൊട്ട് 1 കോടിക്കിടയിലെന്ന് തന്നെ പറയാം. ഇന്നലെ സിനിമ 50 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് കളക്ഷൻ നേടാൻ കഴിഞ്ഞത്. അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം ഏകദേശം 38-39 ലക്ഷം രൂപയോളം സിനിമയ്ക്ക് വന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ 2 ദിവസങ്ങൾ കൊണ്ട് സിനിമ 90 ലക്ഷം 1 കോടിക്ക് അടുത്ത് തന്നെ വന്നിരിക്കുന്നു. സിനിമയുടെ ഇപ്പോഴത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ ട്രാക്കേഴ്സ് പുറത്തുവിട്ടിരിക്കുകയാണ്. അതായത് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല. പക്ഷേ ഇന്ന് പുറത്തു വരുമ്പോൾ സിനിമ 81.5 കോടി എന്നുള്ള ആ ഒരു മാർജിനിലേക്ക് സിനിമ എത്തിയെന്നാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്നത്. ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യമുണ്ട്. മമ്മൂട്ടി ചിത്രമായ ഈ ഒരു സിനിമയുടെ കളക്ഷൻ, അല്ലെങ്കിൽ ഓരോ മമ്മൂട്ടി ചിത്രത്തിൻ്റെയും കളക്ഷൻ ട്രാക്കേഴ്സ് പോലും വിധി എഴുതുന്നത് കോമഡിയായിട്ട് തന്നെയാണ്. സിമ്പിളായിട്ട് ഒരു കാര്യം നമുക്ക് ഇവിടെ ഒന്ന് അവതരിപ്പിച്ച് നോക്കാം. ആദ്യ ദിനത്തിൽ ഈ ഒരു സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞ കളക്ഷനിലേക്ക് നമുക്ക് വരാം. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ്. ഈ ഒരു സിനിമയ്ക്ക് ആദ്യ ദിനത്തിൽ നേടാൻ കഴിഞ്ഞത് ട്രാക്കേഴ്സ് മുഖാന്തരം 4,41,35,000 രൂപയാണ്. അന്നേരം സിനിമയ്ക്ക് കളക്ഷനായി വന്നത് 5 കോടിക്ക് താഴെയാണ്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കേണ്ട കാര്യമാണ്. അതായത് 4,41,00,000 എന്ന് പറഞ്ഞപ്പോൾ 5 കോടി മറ്റോ ആണ് ഈ സിനിമയുടെ, അല്ലെങ്കിൽ 5 കോടി ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആദ്യ ദിനങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ. അങ്ങനെ നോക്കുന്ന സ്ഥിതിക്ക് നമ്മൾ ബബബ എന്ന ചിത്രത്തിൻ്റെ ആദ്യ ദിനത്തിലെ കളക്ഷനിലേക്ക് വന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് 6,51,92,000 രൂപയാണ് സിനിമയ്ക്ക് വന്നത്. ആ ഒരു സിനിമയ്ക്ക് ട്രാക്കേഴ്സ് പുറത്തുവിട്ട എല്ലാവരും കയ്യടിച്ച് സമ്മതിച്ച ഒരു എമൗണ്ട് ഉണ്ട്. വേറെ ഒന്നുമല്ല, 7,20,00,000 രൂപ. അതായത് 90 ലക്ഷം രൂപ സിനിമയ്ക്ക് ട്രാക്ക്ഡ് കളക്ഷനേക്കാൾ കൂടുതൽ വന്നു. അതായത് മമ്മൂട്ടി സിനിമകൾക്ക് എങ്ങനെ വന്നു കഴിഞ്ഞാലും ട്രാക്ക്ഡ് കളക്ഷൻ കഴിഞ്ഞ് ഒരു 20 ലക്ഷം രൂപ വരെ മാക്സിമം വരും. ബാക്കി എല്ലാ സിനിമകൾക്കും 40-50 ലക്ഷം രൂപ വരുന്ന കാഴ്ച നമുക്ക് കാണാനുണ്ട്. ഇവിടെ കാണാൻ കഴിഞ്ഞത് മമ്മൂട്ടി സിനിമയ്ക്ക് വളരെ കുറഞ്ഞ ഒരു കളക്ഷനാണ്. എന്തായാലും അതൊക്കെ അങ്ങനെ നടക്കട്ടെ. കളക്ഷനും കാര്യങ്ങളുമൊക്കെ അങ്ങനെ ഓരോ ട്രാക്കേഴ്സും, പ്രമുഖ ട്രാക്കേഴ്സ് ആദ്യം തന്നെ അങ്ങ് തീരുമാനിക്കുമാണ് ഈ ഒരു സംഭവങ്ങളെല്ലാം. എന്തായാലും നമ്മളുടെ, അല്ലെങ്കിൽ സാധാരണക്കാരുടെയൊക്കെ കണക്ക് കൂട്ടലിൽ ഈ ഒരു സിനിമ 83 കോടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ കേരള ബോക്സ് ഓഫീസ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തണം. സബ്സ്ക്രിപ്ഷൻ പരിഗണിക്കണം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം.